ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഇഡലിയാണ് കേട്ടോ. ഇഡലി സാമ്പാറുമാണ്. കറിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അച്ചിങ്ങ, ഇത് നമ്മുടെ അച്ചിങ്ങ. അപ്പോൾ കുറച്ച് അച്ചിങ്ങയുള്ളൂ, അത് മെഴുക്കുവരട്ടി വെക്കാൻ ഓർത്തു. അപ്പോൾ അതിനെ ഒന്ന് പൊലിപ്പിക്കാൻ കുറച്ചേറെ സബോള ഇട്ട് പൊലിപ്പിക്കുവാണ്. പിന്നെ ഒരു മാങ്ങാ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. ബാക്കി കറികളെല്ലാം ഇരിപ്പുണ്ടല്ലോ. ഇപ്പോഴേ നമ്മുടെ മെഴുക്കുവരട്ടി ഏതായാലും ചേട്ടന് കൊടുക്കാൻ എന്താണേലും ഉണ്ട്, കൊച്ചിന് വേണ്ടല്ലോ. എനിക്ക് വേറെ കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മെഴുക്കുവരട്ടിയായി. മാങ്ങാ ചമ്മന്തിക്കെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടെ അരക്കട്ടെ. അപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇഡലി സാമ്പാർ വന്നെ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും കാണിക്കുന്നല്ലേ എന്നോർത്ത് അത് എടുക്കാൻ കേട്ടോ. ഇത് ഇഡലി ഇനിയിപ്പം 3 ഇഡലി മിച്ചമുണ്ട്. ഇതാ 3 ഇഡലി മിച്ചമുണ്ട്. അത് നമ്മുടെ നീലമ്മയ്ക്കാണ്, നീലമ്മയ്ക്കുള്ള ഇഡലിയാണ്. അവൾക്കിപ്പം ഞാൻ കൊണ്ട് കൊടുക്കും. മോന് ദോശയാണ്, അതിന് കല്ലൊക്കെ കഴുകി വെച്ചേക്കുവാണ്. അവൻ കുളിക്കാൻ പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ അടുക്കളയിലെ പരിപാടി ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞു. വൈകിട്ട് കഞ്ഞിയാക്കാന്ന് വിചാരിച്ചിട്ട് മാങ്ങാ ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ചെറുപയർ തോരനും കൂടെ വെച്ച കഞ്ഞിയായില്ലേ വൈകിട്ട്. അപ്പം അതൊക്കെയാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലത്തെ വീഡിയോ ഞാൻ ആരുടെയും കണ്ടിട്ടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഏറ്റുമാനൂർ അമ്പലത്തിൽ പോകുമെന്ന്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് 7:15 ആയിട്ട് പോയത്. വൈകിട്ട് പോയിട്ട് 10:30 മണി കഴിഞ്ഞു വീട്ടിൽ വന്നപ്പോൾ. 10:30 10:45 വീട്ടിൽ വന്നപ്പോൾ. അന്നേരം ഞാൻ ശരിക്കും പറഞ്ഞ ആരുടെയും വീഡിയോ ഇട്ടില്ല. കമന്റ്, എനിക്കിട്ട വീഡിയോയുടെ കമന്റ് വരെ ഞാൻ ഇന്ന് രാവിലെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കമന്റിന് റീപ്ലൈ തന്നത്. എല്ലാത്തിനും ഞാൻ റീപ്ലൈ തന്നോളാം കേട്ടോ. അപ്പൊ എല്ലാവരുടെയും വീഡിയോ ഞാൻ ഇന്ന് കാണും കേട്ടല്ലോ. കണ്ടിട്ട് ഞാൻ കമന്റ് ഇട്ടോളാം. അപ്പം ഇടയ്ക്ക് കാണാത്തതിന് നമുക്ക് ധൃതി അവിടെ പോയോണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ കമന്റ് ഇട്ടില്ലെങ്കിൽ എന്നാ, വീഡിയോ കണ്ടില്ലെങ്കിൽ എന്നാ, എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഭഗവാനോട്, ഏറ്റുമാനൂരപ്പനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ബാക്കി പരിപാടിയിലോട്ട് പോകാം. ഒരു കാര്യം കൂടെ, ഇത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഷാളൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു. ഇതും ഈ കളറിലെ ലെഗിൻസും കിട്ടി. എവിടുന്നാന്നറിയാം, അലമാരി ഇന്നലെ അടിക്കപ്പോ. അപ്പൊ കിട്ടിയ കേട്ടോ. അപ്പൊ ഇതൊന്ന് ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ മോന് ദോശ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അവന് ഇഡലി ഇഷ്ടമില്ല. പിന്നെ ഇഷ്ടമില്ലെന്നില്ല, 2 എണ്ണാണേലും തിന്നും. അവൻ്റെ ഇഷ്ടത്തിനങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അല്ലേ അവനെ. ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പം മോൻ ഇന്നും ഉണക്കമീൻ എങ്ങനെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവനോട് ഞാൻ പറഞ്ഞു നമുക്ക് കരിമീൻ മേടിക്കാമെന്ന്. അങ്ങനെ കരിമീൻ വെട്ടിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ കൊച്ചുകൊണ്ട്. അവനും ഞാനും കൂടെ വന്നത്, അവനിവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ കരിമീനൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നേ. ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം കൂടെ അരച്ച് പെരട്ടട്ടെ. ഇപ്പം നമ്മുടെ കരിമീൻ നമുക്ക് വറുക്കാം. ഇതും കൂടെ ഉള്ളു കേട്ടോ. കരിമീൻ വറുത്താൽ മതി. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു. ഇളയാള് പാലക്കാടാണല്ലോ, അവർക്ക് ഇന്നാണ് പ്രൊജക്റ്റ് അതിൻ്റെ. അപ്പോൾ അവന് ഇന്ന് അതിൻ്റെ ഒരു കഴിയും. അപ്പോൾ അത് രാത്രി വിളിക്കും. രാവിലെ വിളിച്ചായിരുന്നു എപ്പോഴാണ് പോരുന്നതെന്നൊക്കെ വെച്ചാൽ വിളിച്ചൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇതൂടെ ഒന്ന് വറക്കട്ടെ. ഇത് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞത്. ഇതുകൊണ്ട് ഫ്രിഡ്ജിലും വെക്കാം, നാളത്തേക്കും ഒക്കെ ആയിട്ട്. പിന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. എൻ്റെ മുടിയുടെ ഇത് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ കേട്ടോ. അല്ലാണ്ട് ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഇതൊന്നും അല്ല കേട്ടോ. ശരിക്കും ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന കേട്ടോ. ഉണ്ടോ, താഴെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതിൻ്റെ ഇനി ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും.
പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഓരോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എപ്പോഴൊക്കെ ചെയ്യണം ചേച്ചി. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറയാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലൂടെ കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇരുന്നൊക്കെ സംസാരിക്കാം. പിന്നെ ഇപ്പം ആ മുടിയുടെ അന്നത്തെ 2 ആഴ്ച മുമ്പിട്ട വീഡിയോയ്ക്ക് ഇപ്പം എനിക്ക് ഇന്ന് 22K വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ലേ സത്യം പറഞ്ഞു. അല്ലാണ്ട് എൻ്റെ മിടുക്കാണോ? ഞാനൊരു വീഡിയോ ഞാൻ ചെയ്യുന്ന എങ്ങനെ എൻ്റെ മുടി വളർന്നതെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അതാരും കണ്ടില്ലെങ്കിൽ എനിക്ക് വല്ലതും കിട്ടുമോ? ഇല്ല. അപ്പം നിങ്ങൾ കണ്ട എല്ലാ ആൾക്കാരും, എനിക്ക് ആരൊക്കെ കണ്ടു എന്നൊന്നും അറിയാൻ പറ്റില്ല. കണ്ടവരുടെ കമൻസിൻ്റെ അവിടെ എനിക്ക് മനസ്സിലായി ഇന്നവരൊക്കെ കണ്ടെന്നുള്ളത്. കമൻസ് ഇടാത്ത ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ കമൻസ് ഇടാത്ത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രേഖ, അവള് ഒരെണ്ണം വിടാതെ A to Z ഓരോ വീഡിയോയിലൂടെയും അവൾ എന്നോട് സംസാരിക്കാറുണ്ട് കേട്ടോ. എനിക്ക് അവളെ 100% ഉറപ്പ് അവളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ അതുപോലെ കഴിഞ്ഞവരാണ്. ഭയങ്കര സ്നേഹമാണ്. ഇടയ്ക്ക് കൂട്ടയടിയിടും. പക്ഷെ ആ അടി എന്താ? സ്നേഹം കൊണ്ടല്ലേ അടിയിടുന്നത്. അവൾ എന്തെങ്കിലുമൊക്കെ ഇത് കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം തന്നെ എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട്. അവളും അതുപോലെ തന്നെ. പിന്നെ ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ സതി, എൻ്റെ കൂട്ടുകാരി. അവൾ കല്യാണം കഴിച്ചിവിടെ വന്നാൽ 100 പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട്, അവൾ ഒരു വീഡിയോ ഇടുന്ന പറഞ്ഞാൽ അതിൻ്റെ A to Z രേഖ പറയുന്ന പോലെ തന്നെ എനിക്ക് 2 വ്യക്തികളെ 100% ഉറപ്പാണ് കാണുന്നുണ്ടെന്നുള്ളത് ഉള്ള സത്യം ഞാൻ പറഞ്ഞു കേട്ടോ. അതിൽ അവർ 2 പേരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അവളുമാരോട് നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല, അവളുമാർക്ക് എന്നെ അറിയാം. പിന്നെ എന്നാലും നമുക്കൊരിതുണ്ടല്ലോ, അവരൊക്കെയാണ് ആദ്യം തൊട്ടെൻ്റെ വീഡിയോ തന്നെ കാണാനും പ്രേരിപ്പിച്ചതും. പിന്നെ എൻ്റെ ചേച്ചിമാർ അത് പിന്നെ നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ചേച്ചിമാരും ചേട്ടന്മാരും അതൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ ഏറ്റവും കട്ട സപ്പോർട്ട് എൻ്റെ ചേട്ടനാണല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എൻ്റെ മക്കൾ കേട്ടോ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, നിങ്ങളെല്ലാ വീഡിയോ കണ്ടുകൊണ്ടാണ് അത്രയും ഇതെനിക്ക് കിട്ടിയത്. അപ്പം നമുക്ക് വ്യൂസ് കൂടുതൽ കിട്ടത്തില്ലേ. അപ്പോൾ ഞാൻ ഇനി സത്യസന്ധമായ കാര്യങ്ങൾ നമ്മളെ ഇടത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അത് പോയി കണ്ട് മുടി എല്ലാവരും വളർത്തണം. കുറേ ആൾക്കാരുടെ കമൻസ് കളിയാക്കിക്കൊണ്ടുണ്ട്. അതും വേറൊരു രസം. എനിക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ. എന്ത് പറഞ്ഞാലും നമ്മൾ അങ്ങനെയുള്ള ഒരാളാണ്. നമ്മളെ അറിയാവുന്നവർക്കറിയാം. എനിക്ക് മനസ്സിൽ ഒരു കുശുമ്പോ ഒന്നുമില്ല. സത്യം ഞാൻ പറയാം. ഞാൻ എല്ലാവരും സഹായിക്കത്തേ ഉള്ളൂ. അല്ലാണ്ട് ആർക്കും താഴ വെക്കുന്ന സ്വഭാവം അങ്ങനെയുള്ളത് ഉള്ളത് പറയില്ല. എന്നെങ്കിലും എന്നോട് ആരെങ്കിലും കാണിച്ചാൽ ഞാൻ ഉള്ളതെന്ന് പറയും. അത് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം. പിന്നെന്താ വേറെ വിശേഷങ്ങൾ? ഫുൾ വീഡിയോ കാണുന്ന ആൾക്കാരുടെ കാര്യമാണ് എനിക്കറിയാം. ഓരോരുത്തരുടെ വീഡിയോ കാണുന്നതും ഒക്കെ നമുക്കറിയാം. നമ്മളോടുള്ള ആ വർത്താനവും ഇല്ലേ, ശരിയല്ലേ? പിന്നെ പ്രത്യേക വിശേഷങ്ങൾ ഞാൻ പിന്നെ മുടി എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. കാരണം എല്ലാം വീഡിയോയിലൂടെ നമുക്ക് കമൻറ്റ് ഇടാൻ പറ്റത്തില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സുപ്രിയ പറയുന്നത്, നമ്മുടെ യൂട്യൂബ് അമ്മമാർ നമുക്കൊരു വോയിസിൻ്റെ ഒരു ക്ലിപ്പ് തന്നിരുന്നെങ്കിൽ നമ്മൾ വോയിസ് ഇടാനും. ദീനം ഇന്നലെയാണോ ഏതോ ദിവസം പറഞ്ഞ് ചേച്ചി പറഞ്ഞ പോലെ ശരിയാണ്. ഇനി എൻ്റെ ചേച്ചിക്കും ചാനലുണ്ടെന്നറിയാം, അജിത നായർ. അപ്പം അതുമൊക്കെ പോയി എല്ലാവരും കാണണം. പിന്നെ എൻ്റെ നല്ല ഫ്രണ്ട്സുണ്ട് യൂട്യൂബിൽ തന്നെ കേട്ടോ. വീട്ടമ്മ വ്ലോഗ്സും സുപ്രിയ, അവരൊക്കെ എൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. ഭയങ്കര ഫ്രണ്ട്സാണ്. ശ്രീദേവി, അങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടുള്ളവരുണ്ട്. എല്ലാവരുടെയും വീഡിയോ എല്ലാവരും കാണണം. പിന്നെന്താ, അപ്പം ഇതിലൂടെ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പം നമുക്ക് കാണാം കേട്ടോ. പിന്നെ അതിപ്പോൾ ഷോർട്ടിൻ്റെ തയ്യാറെടുപ്പ് ഓരോന്നും ചെയ്യുന്നത്. ഷോർട്ടൂടെ വേണമല്ലോ നമുക്ക്. അപ്പം ഷോർട്ട് ഇടാത്തവർ ഷോർട്ട് ഇടണം കേട്ടോ. ഞാൻ ഷോർട്ടൊക്കെ ഇടാൻ തുടങ്ങി. എന്നും ഇടുന്നത് 2 എണ്ണം വെച്ച് നമുക്ക് ഇടാമല്ലോ. വലിയ ലോങ് വീഡിയോ വരണം, ഷോർട്ട് 2 എണ്ണം ഇടാം. അപ്പം ഷോർട്ട് ഇടാത്തവരെല്ലാം ഷോർട്ട് ഇടണം. പിന്നെ സുപ്രിയൊക്കെ ഇപ്പോൾ ഷോർട്ട് ഇടുന്നുണ്ടല്ലോ. ജീനയും കൂടെ ഷോർട്ട് ഇട്ടേ. അതിൻ്റെ ഷോർട്ട് ഇടാത്തത് ജീന ഷോർട്ട് ഇടണം കേട്ടോ. പിന്നെ ശുഭ ഭയങ്കര കേട്ടോ, ഫുൾ സപ്പോർട്ട്. ശുഭയുടെ വീഡിയോ എല്ലാം ഞാൻ കാണുന്നുണ്ട്, കാണും. പിന്നെ അങ്ങനെ ഒത്തിരി പേരുടെ എല്ലാം പേരിപ്പം ഞാൻ എടുത്ത് പറയുന്നില്ലേ. അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇന്നലെ കുറെ കണ്ടിട്ടില്ല. ഇനിയിപ്പം ഞാൻ ഈ പണി കഴിഞ്ഞാൽ പിന്നെ
എൻ്റെ നഖം വളർന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഇനി മിക്കവാറും ചേട്ടൻ്റെ അടി മിക്കവാറും കിട്ടും. വൃത്തി നോട്ടം കൂടുതൽ തന്നെയല്ല, നമുക്കൊരിതില്ല. ഇതിനകത്തൊക്കെ എടുക്കുമ്പോൾ വൃത്തികെട്ട വിരലേൽ നഖമൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ എല്ലാ തന്നെ അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നഖമെല്ലാം വെട്ടി വൃത്തിയാക്കണ്ടേ? അത് കാണുന്നതിനല്ല, നമുക്കൊരു വൃത്തിയുണ്ട്. അതുകൊണ്ട് ഈ നഖമെല്ലാം ഞാൻ ഇന്നെല്ലാം ഇന്ന് ഞായറാഴ്ച കുഴപ്പമില്ല, ചൊവ്വ വേളി ഞങ്ങൾ നഖം വെട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ഉണ്ട്. എന്നോട് ഒന്നും എൻ്റെ നഖമൊക്കെ ഞാൻ ഇന്ന് അടുക്കള വലിയ പണിയില്ലല്ലോ, ഇതിവിടെ വറുത്ത് കഴിഞ്ഞാൽ നഖവും വെട്ടണം. വീഡിയോ കാണാത്തവർ എല്ലാ വീഡിയോ ഇരുന്ന് കാണാൻ പോവാം. എന്നിട്ട് കമൻറ്റ് ഇടാം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാനും സപ്പോർട്ട് ചെയ്യല്ലേ. എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്, പുതിയ പുതിയ വീഡിയോസ് കേട്ടോ. അപ്പം കമൻ്റ് എല്ലാം നോക്കിയിട്ട് മുടിയുടെ ഇതിൻ്റെ ഞാൻ ഓരോരുത്തർ ഇതിനകത്തൂടെ തന്നെ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണു കേട്ടോ. ഇന്ന് സ്പെഷ്യൽ അല്ലേ ഏട്ടാ? കരിമീൻ അടിപൊളിയാ. ഷാപ്പിലെ കഴിഞ്ഞതാണ് ഞാൻ ആദ്യമായിട്ട് നല്ലോണം മൂത്ത് നല്ല അടിപൊളിയായിട്ട് സവാളയൊക്കെ അരിഞ്ഞിട്ടിരിക്കണുണ്ടോ? ചേട്ടന് സവാള വേണം, ഇളയ സാധനത്തിനും സവാള വേണം. ഇളയ അച്ഛൻ്റെ മകനാ ഇളയാള്. എല്ലാം അതെ കഴുപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു ചില ചൈനീസ് മോഡലൊക്കെയാണ്. മൂത്ത സന്താനത്തിൻ്റെ കാര്യം അറിയാമല്ലോ എന്നാ തിന്നുന്നത്. അവന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ചേട്ടൻ കരിമീനൊക്കെ മേടിച്ചത്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. എൻ്റെ മോൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നേക്കുന്ന കണ്ടോ? ഓ ഇവരൊക്കെ എത്ര നാളുമായ കൂട്ടുകാരാണെന്നറിയാവോ? എല്ലാവരും നേരത്തെ ഉള്ള കൂട്ടുകാരാണ്. ഇവൻ എപ്പോഴും പറയും കേട്ടോ, പഴയ കൂട്ടുകാരൊക്കെ തന്നെ ഇപ്പോഴും സ്നേഹമുണ്ടമ്മേന്ന് എപ്പോഴും പറയും എന്നോട്. നോക്കിക്കേ, ഈ പാർട്ടിയാണെങ്കിൽ ഇപ്പൊ ദുബായിലൊക്കെ ആട്ടോ, ആരും മോശക്കാരല്ല. കണ്ടോ അവനിട്ട് എല്ലാരും വെക്കുന്ന കണ്ടോ? ഒരു കുഴപ്പമില്ല, എല്ലാരും അടിപൊളിയായിട്ടാ കേട്ടോ. എല്ലാവർക്കും ജോലിയായി. അപ്പൊ അവര് രസിക്കട്ടെ. അവരെവിടെയോ പോകാൻ വേണ്ടിട്ട് തച്ച കെട്ടി ഇരിക്കുക കേട്ടോ. മോനൊരു ഹായ് പറയടാ എല്ലാരും. ഹായ് ഹായ് ഹായ്. ഇതിനെ പിന്നെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. സന്തു അതല്ലേ? ആ ശരി, എല്ലാരും ഇരിക്കും. നോക്കിക്ക, എല്ലാരും ഓരോരുത്തരുടെ വണ്ടിയല്ല വന്നേക്കുന്നേ. ശരി മോനെ, ശരി. അപ്പം നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, അയ്യോ നിങ്ങളുടെ കമൻസിനുള്ള മറുപടി ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. നഖം വെട്ടണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വെട്ടിയില്ല കേട്ടോ. അതിനു മുമ്പ് നിങ്ങളുടെ വീഡിയോ എല്ലാം കുറേ കണ്ടു തീർത്തു. അല്ല നമുക്ക് സങ്കടത്തില്ലേ? എൻ്റെ വീഡിയോ എല്ലാം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും വീഡിയോ ഞാൻ കാണണ്ടേ. അതുകൊണ്ട് നഖം വെട്ടൽ പിന്നാണേലും വെട്ടാലോ എന്ന് വിചാരിച്ചു. പിന്നെ തലമുടിയുടെ സംരക്ഷണത്തിന് കുറേ സംശയങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പേര് ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം ഞാൻ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഒരു സബ്സ്ക്രൈബ് ചോദിച്ചു, ചേച്ചി ഇത് എത്ര പ്രാവശ്യം തേക്കണം? ആഴ്ചയിൽ ഒന്ന് തേച്ചാൽ മതി കേട്ടോ. നമുക്കൊരു ദോഷവും ചെയ്യത്തില്ല, ഗുണേ ചെയ്യത്തുള്ളൂ. എന്നാലും ആഴ്ചയിൽ ഒന്ന് തേച്ചാൽ മതി, ഞാൻ പറഞ്ഞ പോലെ. അപ്പം ആരോ ചോദിച്ചു, ഓയിൽ ഏതായാലും കുഴപ്പമുണ്ടോ? അത് വേറെ പാരച്ചൂട്ടായിരിക്കത്തില്ല തേക്കുന്നത്. അങ്ങനെ യാതൊരു കുഴപ്പമില്ല. പാരച്ചൂട്ട് വേണമെന്നോ ഇന്നത് വേണം. ഞാൻ പണ്ട് തൊട്ടേ പാരച്ചൂട്ടാണ് ഉപയോഗിച്ച് വന്നത്. അതുകൊണ്ട് നമ്മുടെ തലയ്ക്ക് ഏതാണോ പിടിച്ചേക്കുന്നത്, ചിലപ്പോൾ ഇനി നമ്മൾ തലയ്ക്ക് നേരത്തെ എപ്പോഴും എന്തെങ്കിലും തേച്ചോണ്ടിരിക്കുന്നവർ അത് മാറ്റി വെച്ച് പാരച്ചൂട്ട് വെച്ചാൽ പനി വരും കേട്ടോ. അങ്ങനെ ഒന്നും ചെയ്യണ്ട. നമുക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ ഏത് ഓയിലാണേലും ഇങ്ങനെ ചെയ്ത് ഇരുന്നിട്ട് പിന്നെ നമുക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടയും നാരങ്ങാനീരിൻ്റെ 2 തുള്ളി കേട്ടോ. 2-3 തുള്ളി വീണാലും കുഴപ്പമില്ല. പിള്ളേർ സെറ്റിനൊക്കെ 1 തുള്ളി ഒഴിച്ചാൽ മതി കേട്ടോ. എന്നെ പോലെ പ്രായമുള്ളവരുടെ ഒന്നും ഉള്ളവരെ പോലെ അല്ലല്ലോ പിള്ളേർ സെറ്റ്. അപ്പം നാരങ്ങാനീര് ഒഴിച്ച് നന്നായിട്ട് പതപ്പിച്ചിട്ട് മുടിയുടെ സ്കാൽപ്പിൽ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് 15 മിനിറ്റ് ഇരിക്കുക. ഇരുന്നിട്ട് നന്നായിട്ട് അത് തേച്ച് ചിലവർ ചോദിച്ചിട്ടുണ്ട് ഷാമ്പു ഇടണോ? ഷാമ്പു ഒന്നും ഇടണ്ട കേട്ടോ. ഒരു മണവും വരത്തില്ല. അഥവാ നിങ്ങൾക്കൊരു സംശയമോ മണമുണ്ട്, ചിലവർക്ക് അറപ്പൊക്കെ കാണത്തില്ലേ, അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെമ്പരത്തിത്താളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ചെമ്പരത്തിത്താളി ചുമ്മാ ജസ്റ്റ് 2-3 ഇല എടുത്ത് ഇങ്ങനെ ഒന്ന് ഉരച്ചിട്ട്, അല്ല ചുമ്മാ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞിട്ടില്ലേ ഈ നമ്മുടെ വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒറ്റ ഒഴിക്കലങ്ങ് ഒഴിക്കുക. അങ്ങ് പതപ്പിക്കൊന്നും വേണ്ട കേട്ടോ.
പിന്നെ വേറൊരു കൂട്ടർ ചോദിച്ചിട്ടുണ്ട്, എന്തായിരുന്നു, ഷാമ്പു ഇട്ട് അപ്പൊ തലയിൽ അഴുക്കെല്ലാം കളയട്ടെ എന്ന്. മോളെ, അപ്പൊ ഷാമ്പു ഇട്ട് അഴുക്കെല്ലാം കളയുമ്പോൾ നമ്മൾ അപ്പോഴും ഷാമ്പു ഭയങ്കരമായിട്ട് യൂസ് ചെയ്യില്ലേ? അങ്ങനെ വല്ലോ ഭയങ്കരമായിട്ട് അഴുക്കുണ്ടോ? നമ്മൾ മാസത്തിൽ ഒന്നാണേലും നമ്മൾ നന്നായിട്ട് തല കഴുകുന്നില്ലേ? ഞാൻ ആഴ്ചയിൽ ഒന്ന് ഈ ചെമ്പരത്തിത്താളി ഞാൻ ചില ദിവസങ്ങളിൽ ഈ മുട്ട തേക്കുന്ന ദിവസം ചിലപ്പോൾ താളിയിട്ട് കഴുകും, ചെമ്പരത്തിത്താളി. ചിലപ്പോൾ ഞാൻ തേക്കാറേ ഇല്ല, ഒന്നും തേക്കാറില്ല. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി താളി ഇട്ടിട്ട് ഇച്ചിരി ഒന്ന് പിഴിഞ്ഞിങ്ങനെ, ഏത് ചെമ്പരത്തിലാണേലും പണ്ടൊക്കെ എല്ലാവരും പറയും 4 ഇതളിന്റെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഏതെന്നെ ആണേലും ചെമ്പരത്തിത്താളി എടുത്ത് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് കഴുകിയിട്ട് വേണമെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഞാൻ പറയാത്ത എന്നാന്ന് ആദ്യം തലയൊക്കെ തേച്ച് എന്തിനാ നമ്മൾ 2 പ്രാവശ്യമൊക്കെ തലയൊക്കെ കഴുകേണ്ടി വരത്തില്ലേ? അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഒന്നുമില്ല. ഈ മുട്ട അങ്ങോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, 15 മിനിറ്റ് ഇരിക്കുക, നന്നായിട്ട് കഴുകി അങ്ങ് കളയുക കേട്ടോ. അന്നേരം അതൊക്കെ. ഇനി സംശയം ആരായിരുന്നു ഇനി ചോദിച്ചേക്കുന്നത്? കുറച്ച് ആൾക്കാർ തേക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്നല്ലേ. കുറെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് നിർത്തിയാലൊന്നും പ്രശ്നമൊന്നുമില്ല. ഒരാഴ്ച എന്നുള്ളത് 1 മാസം കഴിയുമ്പോൾ വേണേൽ 2 ആഴ്ചയിൽ ഒരിക്കലാവാം കേട്ടോ. ഇച്ചിരി പാടൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം കേട്ടോ. നോക്കുന്ന പോലെ ഇരിക്കും. അതാ ഞാൻ പറഞ്ഞത്, പാരമ്പര്യം മുടിയുടെ ഇത് പാരമ്പര്യമാണ്. കുറെ ആൾക്കാർ കമ്പനി ശരിയാ, സത്യവാ, പാരമ്പര്യമുണ്ട്. പക്ഷേ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തലേ നോക്കാതിരുന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഒട്ടും വരത്തില്ല. ഞാൻ പണ്ടൊന്നും ഒന്നും നോക്കത്തില്ല. 1.5-2 വർഷം ആയതേ ഉള്ളൂ ശരിക്കും ഈ നോട്ടം തുടങ്ങി. കാരണം പിള്ളേരെ കൊണ്ട് ചിന്മേൽ അവിടെ ഇവിടെ എല്ലാം എനിക്ക് കൊണ്ടൊക്കെ വിടുകയും ചെയ്യണം, ട്യൂഷന് വിടണം, അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ ഇത്ര ആയത്. ചേട്ടൻ അവിടെ ഇല്ലാത്തതുകൊണ്ട്. ചേട്ടൻ വന്നു കഴിഞ്ഞ് പിള്ളേര് വലുതായപ്പോഴത്തേക്കല്ലേ ചേട്ടൻ വന്നത്. അപ്പൊ ചേട്ടന് എൻ്റെ ഇതെല്ലാം ജോലികളെല്ലാം കഴിഞ്ഞു. ചേട്ടനും ഇപ്പം ഇവിടെ ഉള്ളതുകൊണ്ട് പുറത്തുള്ള എന്തെങ്കിലും കാര്യത്തിന് ചിലപ്പോൾ ഞാനായിരിക്കും പുറത്തുള്ള. എനിക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ആരാണോ ഉള്ളതെന്ന് വെച്ചാൽ അവരങ്ങ് പോകും. അപ്പൊ നമ്മൾ നന്നായിട്ട് നോക്കുന്ന പോലെയൊക്കെ നമ്മുടെ സംരക്ഷണം ഇരിക്കും. അപ്പൊ എല്ലാവർക്കും സംശയങ്ങളൊക്കെ തീർന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ എവിടെ പോയാലും എനിക്ക് എൻ്റെ കണ്ണിനകത്ത് ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. സത്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. നമുക്ക് കള്ളത്തരം പറയേണ്ട കാര്യമില്ല. നമ്മൾ കള്ളത്തരം എന്ന് പറയുന്നു, നമ്മൾ എന്ത് കാണിക്കുന്നു, നമ്മൾ എന്തെങ്കിലും ഉടായ്പ കാണിക്കുന്നോ, അവര് തീർച്ചയായിട്ടും മക്കളെ കൊണ്ടാണ് അനുഭവിക്കുന്നത്. സത്യം ഞാൻ പറയാം. എനിക്ക് അങ്ങനെ ഒരു വിഷമമുണ്ട്, വെപ്രാളമുണ്ട് ഞാൻ അങ്ങനെ നമ്മൾ ചെയ്താൽ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യുന്നതിനോട് താല്പര്യമില്ല കേട്ടോ. അപ്പൊ എല്ലാവരുടെ സംശയങ്ങൾ തീർന്നില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ കമന്റിലൂടെ പറഞ്ഞോളാം, അല്ല പിന്നത്തെ വീഡിയോ, നാളത്തെ വീഡിയോയിലൂടെ പറഞ്ഞോളാം. ഇനിയും കുറച്ച് ആൾക്കാരുടെയും കൂടെ ഞാൻ കാണാനുണ്ട്, അത് ഞാൻ കണ്ടോളാം. ഇന്ന് രാത്രി കണ്ടോളാം കേട്ടോ. ഇന്ന് എന്താണേലും രാത്രിയിൽ ശരിക്കും പറഞ്ഞാൽ ദീപാരാധനയ്ക്ക് വൈകിട്ട് പോകണമെന്നുണ്ട് നമ്മുടെ മനക്കരമ്പലത്തിൽ. ഇനി അവൾ എൻ്റെ കൂട്ടുകാരി ഉണ്ടോ എന്ന് അറിയത്തില്ല, ചോദിക്കണം. ഉണ്ടെന്നുണ്ട് എന്താണേലും ഞാൻ ഇന്ന് കഞ്ഞിയാണ് വെക്കുന്ന രാത്രിയിൽ. മാങ്ങാച്ചാമന്തിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതുകൊണ്ട് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ മക്കളൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ട്, ഞാനും ചേട്ടനും ഇപ്പോൾ ഉള്ളൂടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഞങ്ങൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.